സാക്ഷി ജീവിതം സാക്ഷി ജീവിതം സാക്ഷി. കൈരളിയുടെ എല്ലാ പ്രേക്ഷകർക്കും ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ജഡ്ജിംഗ് പാനലിനെ ഞാൻ പരിചയപ്പെടുത്താം. റിട്ടയർഡ് ജുഡീഷ്യൽ ഓഫീസർ ശ്രീ ചെറിയാൻ വർഗീസ്, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി രമാദേവി, കൗൺസിലർ ഡോക്ടർ ശ്രീകുട്ടി. പരാതിയുമായിട്ട് ഇന്ന് എത്തിയിരിക്കുന്നത് അടിമാലിയിൽ നിന്നും ബിന്ദുവാണ്. ഭർത്താവിൻ്റെ നിരന്തര പീഡനങ്ങൾ സഹിക്കവയ്യാതെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒറ്റയ്ക്ക് താമസമാക്കിയതാണ് ബിന്ദു. ഇപ്പോൾ അതിനൊരു പരിഹാരം കിട്ടണം. തനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിലും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചെലവിനായി എന്തെങ്കിലും ഭർത്താവ് തരേണ്ടതുണ്ട് എന്നുള്ളതാണ് ബിന്ദുവിൻ്റെ പ്രധാന ആവശ്യം. ആദ്യം നമുക്ക് ബിന്ദുവിനെ വിളിക്കാം. ഇതുവരെ പഠിച്ചു ബിന്ദു? SLC വരെ പഠിച്ചിട്ട് എന്തെങ്കിലും ജോലി ശ്രമിച്ചോ? ഇല്ല, SLC ഞാൻ 2 വിഷയം തോറ്റുപോയായിരുന്നു. അപ്പം അത് എഴുതാൻ പോയിക്കൊണ്ടിരുന്നപ്പം ആ വർഷം തന്നെ കെട്ടിച്ചു വിട്ടു. അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു? അതെ. പിന്നെ ബിന്ദുവിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും, എനിക്ക് ഞാനാണ് ഏറ്റവും മൂത്തത്. എനിക്ക് നേരെ താഴെ ഒരു ആങ്ങളെയും 2 അനിയത്തിമാര്, ഞങ്ങൾ 4 മക്കള്. അച്ഛനും അമ്മയുണ്ട്. അവരുടെ കൂടെ അല്ല ആങ്ങള് താമസം? അല്ല, അവര് വേറെ. ആ സമയത്ത് എന്തായിരുന്നു ബാബുവിന്റെ ജോലി? ബാബുവിന് കല്ലുകെട്ട് മേസ്തിരിയായിരുന്നു. നല്ലോണം ജോലിക്കൊക്കെ പോകുമായിരുന്നു. അപ്പൊ അപ്പോഴേ ഉണ്ടോ ഈ മദ്യപാനവും ബഹളവും ഒക്കെ? പുള്ളി കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തൊട്ട് 14 വയസ്സിൽ തൊട്ട് തുടങ്ങിയതാന്ന് അറിഞ്ഞത് മദ്യപാനം. അവരുടെ വീട്ടിൽ ഒരു അനിയനും ഉണ്ട്, 2 അനിയന്മാരും ഒരു പെങ്ങളും ഉണ്ട്. അപ്പം ചെലവിനൊക്കെ ഉള്ള കാശൊക്കെ കൊണ്ടുവന്ന് തരുവൊക്കെ ചെയ്യും? അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഇപ്പൊ എത്ര മക്കളായി? 3 പേര്. 2 പെൺകുട്ടികളും 1 ആൺകുട്ടിയുണ്ട്. മൂത്തത് 2 പെൺകുഞ്ഞുങ്ങളാ? അല്ല, മൂത്തത് മോനാണ്. മോനാ? 2 പെൺപിള്ളേര്. മോന് എത്ര വയസ്സായി കാണും? മോനിപ്പോ 16 വയസ്സ്. 16 വയസ്സായി പഠിച്ചോണ്ടിരിക്കുന്നു. ആരാ അപ്പൊ പിന്നെ ഈ ചെലവൊക്കെ തന്നോണ്ടിരുന്നേ? പുള്ളി ഇങ്ങനെ കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് ഇങ്ങനെ ഭയങ്കര മദ്യപാനവും അങ്ങനെ ഇങ്ങനെ ആയിട്ട്. അപ്പം അടിമാലി മന്നാങ്കാല എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് എന്നെ കെട്ടിച്ചു വിട്ടേക്കണത്. അപ്പൊ അവിടെ അമ്മയില്ല. ഒരു ചെറുപ്പത്തിൽ അമ്മ മരിച്ചു പോയതാ. അപ്പൊ അപ്പച്ചനായിരുന്നു എല്ലാ കാര്യങ്ങളും നോക്കുകയും ഇത് കിട്ടണത് കുടിക്കാൻ മാത്രം ഇതിന് ധൈര്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്നിങ്ങനെ അപ്പച്ചൻ ചെലവിന് തന്ന് മടുത്ത് പുള്ളി ഒന്നും കൊണ്ട് തരുകയില്ല, നിരന്തരം വഴക്കും. അപ്പം അനിയനും ഞാനൊക്കെ സെയിം പ്രായക്കാരാണ്. അപ്പോൾ ലാസ്റ്റ് ഈ വഴക്കൊക്കെ കൂടി വരുമ്പോൾ പുള്ളി അനിയനെ അവർ കയറി പിടിക്കുമ്പോൾ തമ്മിത്തല അടി വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർ കയറി പിടിക്കാൻ വരുമ്പോൾ അവരെ കൂട്ടി അനാവശ്യങ്ങൾ പറയും. അമ്മയില്ലല്ലോ ഒന്നാതെ. അപ്പൊ പുള്ളി മദ്യത്തിന്റെ ഇതിലായിരിക്കും പറയണത്. എന്നാലും അതും നിരന്തരം അങ്ങനെയായി. മോനെ ഗർഭിണിയായിരുന്നപ്പോഴത്തേനും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോന്നു. പ്രസവത്തിനായിട്ട് എങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ മോനുണ്ടായി 32ാമത്തെ ദിവസം പുള്ളിക്ക് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകണം. ഒരു ദിവസം കുടിയും കഴിഞ്ഞ് വന്നിട്ട് 32 ദിവസം ആയതുള്ളൂ. അന്നേരം പുള്ളിക്ക് എന്നെയും കൊച്ചിനെയും വീട്ടിൽ കൊണ്ടുപോകണം. ഒരു ഓണമായിരുന്നു. അപ്പം എൻ്റെ അമ്മയും മുത്തശ്ശിയൊക്കെ പറഞ്ഞു അത് സമ്മതിക്കില്ല ബാബു, എന്താണേലും ഇപ്പോൾ 90 കഴിയാതെ ആരും അങ്ങനെ വീട്ടിൽ വിടൂല. അപ്പോൾ 90 കഴിഞ്ഞിട്ട് നീ കൊണ്ടുപോയാൽ മതിയെന്ന് പറഞ്ഞു. പുള്ളി എന്ത് ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ തന്നെ കുഞ്ഞു കൊച്ചിനെ എടുത്തുകൊണ്ട് ബാബുവിന് സ്വന്തപ്പെട്ട ഒരു വീടുണ്ട്, അവിടെ കൊണ്ടുപോയി കൊച്ചിനെ കൊണ്ടുപോയി ആദ്യം കൊടുത്തു. എന്നിട്ട് അവിടെ കൊച്ചിനെ കൊടുത്തിട്ട് വീണ്ടും തിരിച്ച് വീട്ടിൽ വന്ന് ഭയങ്കര വഴക്കും തമ്മിത്തലും. 32 ദിവസം പ്രായമുള്ള കൊച്ചിനെ എടുത്തുകൊണ്ട് പോയി. ഇങ്ങനെ പിടിച്ചോണ്ട് ആ കൊച്ചിനെ എടുത്തുകൊണ്ട് ഒരു ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 600 മീറ്റർ ദൂരമേ ഉള്ളൂ. അവിടെ കൊണ്ടുപോയി കൊച്ചിനെ കൊടുത്തിട്ട് പുള്ളി വീണ്ടും തിരിച്ചു വന്നു. എൻ്റെ വീട്ടിൽ കിടന്ന് ഭയങ്കര ഒച്ചപ്പാടും ലേഖകളെയും എന്നെ ഒത്തിരി തല്ലുകയും. ഈ മുറ്റത്ത് കിണറുണ്ടായിരുന്നു. അപ്പോൾ ഈ കിണറിൻ്റെ ഒക്കെ ഇങ്ങനെ മുടിക്കുത്തിന് പിടിച്ച് ഇങ്ങനെ ചുറ്റിച്ച് വിട്ടതാ. അപ്പം ഈ കിണറിൻ്റെ വക്കിൽ ചെന്ന് എൻ്റെ ഇവിടെ ഇങ്ങനെ ഇടിച്ചു. എന്നിട്ട് 2-3 ദിവസത്തേന് ഇവിടെ വേദന ഉണ്ടായിരുന്നു. പക്ഷെ 4ാമത്തെ ദിവസമായപ്പോഴത്തേനും എനിക്ക് ഇങ്ങനെ ശ്വാസമൊന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും അമ്മയൊക്കെ പറഞ്ഞ് ആശുപത്രി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അന്ന് വൈകുന്നേരത്തെ ഞാൻ കൊച്ചിനെ കൊടുത്ത അമ്മ ആ കൊച്ചിനെ തിരിച്ച് വീട്ടിൽ കൊണ്ട് തന്നായിരുന്നു. ബാബു ഈ അക്രമം എല്ലാം ചെയ്തിട്ട് എങ്ങോട്ടാ പോയെന്നറിയില്ല. പുള്ളി വീട്ടിലേക്കാണ് തോന്നുന്നു പോകുന്നത്. എന്നിട്ട് അടിമാലിൽ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇങ്ങനെ ശരീരമൊക്കെ ഇളതായിരിക്കണല്ലേ. അപ്പോൾ പറഞ്ഞു നന്നായി പറ്റിയിട്ടുണ്ട്, ഇപ്പോൾ ഇവിടെ കുറച്ച് ദിവസം കിടക്കണം എന്ന് പറഞ്ഞാൽ അവിടെ വിജയരാജ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. 22 ദിവസം ആശുപത്രി കിടന്നു. അന്നേരം ഒന്നും കുറയുന്നില്ല. എന്നിട്ട് ലാസ്റ്റ് അവിടെ നിന്ന് ഞാൻ പോകുന്നൊന്നും ഓർക്കള എന്നെ വണ്ടി കിടത്തിയൊക്കെ കൊണ്ടുവന്ന് മെഡിക്കൽ കോളേജിന് കൊണ്ടുപോകാൻ പറഞ്ഞു.
എന്നിട്ട് അവിടെ വിജയരാജ കിടന്നപ്പോൾ ബാബുവിൻ്റെ അപ്പനും കൊച്ചപ്പനും അവരൊക്കെ വരുമോ നോക്കുകയൊക്കെ ചെയ്യായിരുന്നു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ പിന്നെ ആരും വന്നിട്ടൊന്നുമില്ല. മെഡിക്കൽ കോളേജിൽ 12 ദിവസം കിടന്നപ്പോൾ സുഖമായി ഒരുമാതിരി. ചെലവിനൊക്കെ എന്തെങ്കിലും തന്നു ആശുപത്രിയിലെ ചെലവിന്? ഇല്ല ബാബു വന്നു പോലുമില്ല, വന്നുമില്ല. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ മുത്തശ്ശി നിൽക്കും. കൊച്ചു കുഞ്ഞല്ലേ, കൊച്ചിനെ കൊണ്ട് അമ്മ നോക്കും. അമ്മയും അപ്പനും കൊച്ചിനെ നോക്കി വീട്ടിൽ ഇടയ്ക്ക് വരും. ആ കുഞ്ഞു കൊച്ചിനെ കൊണ്ട് അവിടെ വന്നപ്പോൾ അവിടെ അവർ പറഞ്ഞു ഇത്രയും പ്രായമുള്ള കൊച്ചിനെ കൊണ്ട് ഇവിടെ കയറേണ്ട, കുഞ്ഞ് ചില അസുഖമൊക്കെ വരും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് ഇനി പാലൊന്നും കൊടുക്കാൻ പാടില്ല, ഇങ്ങനെ ചങ്കിൽ വെള്ളം കെട്ടിപ്പോയായിരുന്നു. അപ്പം വെള്ളം വലിച്ചെടുക്കുകയൊക്കെ ചെയ്താണ് കുട്ടിക്ക് പാല് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അത് അങ്ങനെ മോൻ 32 ദിവസം പാലും കുടിച്ചിട്ടുള്ളൂ. പിന്നെ അന്ന് ബാബു പോയിട്ട് പിന്നെ 1 വർഷം കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത്. അവരുടെ വീട്ടിൽ നിന്ന് ഒരു സഹായം ഉണ്ടായിട്ടില്ല, ആരും ഒന്നുമില്ല. പിന്നെ അവരുടെ വീട്ടിൽ നിന്ന് ആരും ഒന്നുമില്ല. അവര് പേടിയായിട്ടുണ്ടാവും അവർക്ക് ഇങ്ങനെ. അതും പിന്നെ തന്നെയല്ല, എൻ്റെ നാട്ടുകാരെല്ലാം പറഞ്ഞിരിക്കുമായിരുന്നു ഇവൻ്റെ ആൾക്കാരിന് വരട്ടെ, വന്നു കഴിയുമ്പോൾ ശരിയാവില്ല അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് 1 വയസ്സും 2 മാസം മോനുള്ളപ്പോൾ ഇപ്പോൾ വീണ്ടും എൻ്റെ ആൾക്കാരുടെ കാലും കൈയൊക്കെ പിടിച്ച് ക്ഷമയൊക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പം ഞാനും ഓർത്തു ഇളയത് 2 അനിയത്തിമാർ നിൽക്കുമല്ലേ, അപ്പം എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ഓർത്ത് പോയി. പുള്ളിയുടെ കൂടെ തന്നെ തിരിച്ചു വന്നു. വീട്ടിൽ വന്ന് 1 മാസം എൻ്റെ ആൾക്കാരോട് എല്ലാവരോടും പറഞ്ഞതോ ഇനി വഴക്കുണ്ടാക്കൂല, തമ്മിത്തല്ല ഉണ്ടാക്കൂല, സത്യം എൻ്റെ അച്ഛൻ്റെ കാല് വരെ പിടിച്ചു പോകും എല്ലാവരും മുമ്പിൽ വെച്ച്. എന്നിട്ട് പറഞ്ഞൊന്നും കുഴപ്പമില്ല, എല്ലാവരും പറഞ്ഞ സമാധാനത്തോടെ പറഞ്ഞു വിട്ടു കഴിഞ്ഞ് ഇവിടെ ബാബുവിൻ്റെ വീട്ടിൽ വന്ന് 1 മാസം വലിയ കുഴപ്പമില്ല. അന്നേരം അരിയൊക്കെ മേടിച്ച് വരികയും പണിയുടെ പൈസ കൊണ്ട് അപ്പനെ ഏൽപ്പിക്കുകയും 1 മാസത്തിന് നല്ല സന്തോഷമായിരുന്നു. ആകെ ഞാൻ ഈ 11 വർഷത്തിൽ സന്തോഷിച്ച 1 മാസം ഉള്ളെന്നാണ് തോന്നുന്നത് ആ പുള്ളിയുടെ കൂടെ ജീവിച്ചിട്ട്. അങ്ങനെ ആ 1 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും തുടങ്ങി. വീണ്ടും ഇതുപോലെ അടി ലഹള. കുറച്ചൊക്കെ ഞാൻ വീട്ടിൽ അറിയിക്കാതെ എന്നും രാത്രി പുള്ളിയുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ രാത്രി വന്നു കഴിഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ വീടാണ്, ഷീറ്റ് മേഞ്ഞ വീടാണ്. പുള്ളി വന്ന് വഴക്കുണ്ടാക്കി ഞങ്ങളെ അടിക്കാൻ കിട്ടിയില്ല, അനിയനിട്ടൊക്കെ അപ്പനിട്ടൊക്കെ അടിക്കും. അവരൊന്നും അടിക്കാൻ കിട്ടിയില്ലെങ്കിൽ പെരയൊക്കെ വലിച്ച് പറിച്ച് താഴെ ഇടുക. എന്നിട്ട് നേരം വെളുക്കുമ്പോൾ തന്നെ എടുത്ത് മേഞ്ഞു വയ്ക്കും. ഇത് തന്നെയാണ് സ്വഭാവം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിരന്തരം ശല്യമായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തമ്മിത്തല്ലും വഴക്കും കഴിഞ്ഞപ്പോൾ അപ്പം എൻ്റെ മുത്തശ്ശി പറഞ്ഞു ഇങ്ങനെ വഴക്കും പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ അപ്പച്ചനോടും അനിയനോടൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി ഇവിടെ എൻ്റെ അമ്മ ഒരു മോളുള്ളൂ, അപ്പോൾ ഇവിടെ 1.5 ഏക്കർ സ്ഥലമുണ്ട്, അതിൽ നിന്ന് മോക്ക് പെരപണിയാൻ തരാം, ഇവിടെ വന്ന് താമസിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ആൾക്കാരൊക്കെ ചുറ്റും ഉണ്ടല്ലോ, അച്ഛനാണേലും 6 അനിയന്മാരുണ്ട് അച്ഛന്. അപ്പോൾ എല്ലാവരും ഇച്ചിരി പേടി കാണും അവന്, അതുകൊണ്ട് ഇവിടെ വന്ന് ജീവിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് മോനൊരു 2.25 വയസ്സൊക്കെ ആയപ്പോഴാണ് എനിക്ക് പഞ്ചായത്തിൽ കൊണ്ട് അപേക്ഷ വെച്ച് പെരയ്ക്ക് കിട്ടി. അപ്പോൾ ആ പെരയ്ക്ക് തറ അവിടെ മുത്തശ്ശി തന്ന 4 സെൻറ്റിൽ തറ വലിച്ച് അവിടെ പെര പണിതില്ല, തറയിട്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ രണ്ടാമത്തെ മോളെ പ്രഗ്നൻ്റായി. അത് കഴിഞ്ഞിട്ട് അന്നേരമൊക്കെ ഈ വഴക്കും തമ്മിത്തല്ലുമൊക്കെ ഉണ്ട്. എന്നാലും ഒരു 4-5 മാസമായപ്പോൾ തന്നെ ഈ ബാബുവിൻ്റെ വീട്ടിൽ നിന്ന് ഈ നിരന്തരം ഈ വഴക്കൊക്കെ ആയത് കാരണം ഭക്ഷണവും കൊണ്ടുതരില്ല, ഒന്നുമില്ല. ചാച്ചൻ കൊണ്ടുതരുമ്പോൾ ചാച്ചനെയും ദേഷ്യപ്പെടില്ല, ചാച്ചനോട് വഴക്കും തമ്മിത്തല്ലുക. അപ്പോൾ ചാച്ചൻ പറഞ്ഞു ഞാനും മടുത്തു, മോള് അങ്ങോട്ട് തന്നെ പൊക്കോളാൻ പറഞ്ഞു. ഒരു ദിവസം ഞാനിങ്ങനെ ചെക്കപ്പിനായിട്ട് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞപ്പോൾ അമ്മയുടെ കൂടെ വീട്ടിലേക്ക് പോന്നു. അങ്ങനെ വീട്ടിൽ വന്ന് പിന്നെ എൻ്റെ വീട്ടിലായിരുന്നു. വീട്ടിൽ നിന്ന് രണ്ടാമത്തെ മോളുണ്ടായി. മോന് 3 വയസ്സായപ്പോഴത്തേനും രണ്ടാമത്തെ മോളുണ്ടായി. മോളുണ്ടായി കഴിഞ്ഞപ്പോൾ 56-ൻ്റെ അന്ന് ഇതുപോലെ തന്നെ ബാബുവിന് വീട്ടിൽ കൊണ്ടുപോകണം. പെൺപിള്ളേരില്ലാതെ ഉണ്ടായതാണ്. അത് കാരണം എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഉണ്ടായിക്കണം പെങ്കൊച്ച, അതാണ് എനിക്ക് വീട്ടിൽ കൊണ്ടുപോകണമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ എൻ്റെ ആൾക്കാർ പറഞ്ഞു ശരി അവൻ്റെ ആഗ്രഹമല്ലേ, ഒരു പെങ്കൊച്ചില്ലാതെ അവർ ഒത്തിരി നാൾ കൂടി ഉണ്ടായിക്കണമല്ലോ, അതാണ് നീ കുറച്ച് നാൾ അവിടെ പോയി നിൽക്കുക, എന്നിട്ട് പെരപണി പൂർത്തീകരിച്ച് കഴിയുമ്പം ഇവിടെ വന്ന് നമുക്ക് താമസിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 56-ൻ്റെ അന്ന് കറക്റ്റ് 56-ൻ്റെ അന്ന് അങ്ങ് വിളിച്ചു. അപ്പോൾ അന്ന് വിളിച്ചുകൊണ്ട് പോയി വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കുടിക്കും. എന്നാലും എന്നെ തല്ലൊന്നും ഇല്ലായിരുന്നു, ചെറിയും ചീത്ത ഒച്ചപ്പാടും കൊണ്ടൊക്കെ അങ്ങ് നിൽക്കും. അപ്പോൾ എന്നോട് വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു നീ ഇടിയൊന്നും മേടിക്കാതെ നോക്കിക്കോണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വഴക്കുണ്ടാക്കാൻ വന്നാൽ ചാച്ചനുള്ളപ്പോൾ തൊട്ടടുത്തൊരു വീടുണ്ട്, ആ വീട്ടുകാരായിട്ട് ഞങ്ങൾ അത്ര വലിയ മിണ്ടലൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഒരു വീടുണ്ട്, ആ വീട്ടിൽ 3 പിള്ളേരുണ്ട്. അപ്പോൾ ഞാൻ എന്ത് വഴക്കൂടിയാലും ഓടി ആ വീട്ടിൽ ചെന്ന് ആ ചേച്ചിയാണ് എന്നെ വിളിച്ച് സഹായത്തിന് അവിടെ ഇരുത്തുകയും
ഒക്കെ ചെയ്യും. കൊച്ചിന് ഒരു 6 മാസം ഉള്ളപ്പോൾ എന്നെ ഒരു ദിവസം അതിൻ്റെ ഇടയ്ക്ക് വഴക്കൊക്കെ ഉണ്ടാക്കിയാലും ഞാൻ വീട്ടിൽ അങ്ങനെ അറിയിക്കില്ല. തല്ലിയാലും വലിയ പ്രശ്നത്തിനും വരുന്നില്ലാത്തതാണ് ഞാൻ വീട്ടിൽ അറിയിക്കാറില്ലായിരുന്നു. അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് നിന്ന് പൈസ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. എന്താണ്ട് ആവശ്യത്തിന് പൈസയുടെ ആവശ്യം വന്നപ്പോൾ പറഞ്ഞു ചാച്ചനോട് ചെന്ന് നീ കുറച്ച് പൈസ എൻ്റെ ചാച്ചനോട് ചെന്ന് കുറച്ച് പൈസ മേടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോയി നോക്കാം, കിട്ടുമോയെന്ന് എനിക്കറിയില്ല, കിട്ടുവാണെങ്കിൽ ഞാൻ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ചാച്ചായി പറഞ്ഞു മോനെ എനിക്ക് സുഖമില്ലാണ്ടിരുന്ന കാരണം പൈസ ഒന്നും ഇരിപ്പില്ലല്ലോ അപ്പോൾ എന്നും പറഞ്ഞ് ചാച്ച വണ്ടിക്കൂലിക്കുള്ള 10-250 രൂപയും തന്നു വിട്ടു. അപ്പോൾ ഞാൻ മോളെയും കൊണ്ടായിരുന്നു പോയത്. മോനെയും കൊണ്ടുവന്നു. മോനെ എന്നിട്ട് അന്ന് വീട്ടിൽ നിർത്തിയിട്ട് മോളെയും കൊണ്ട് ഞാൻ തിരിച്ചു ചെന്നപ്പോൾ ബാബു ഇങ്ങനെ ചെന്ന് ഞാൻ ഓട്ടോയിൽ ഇറങ്ങിയപ്പോൾ ടൗണിൽ നിൽക്കുക, പൂസായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു പൈസ കിട്ടിയോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചാച്ചൻ്റെ കയ്യിലില്ല, ഉണ്ടായിരുന്ന 10-250 രൂപ തന്നു വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു നീ എന്നെ ചാച്ചനോട് പൈസ മേടിക്കാൻ പോയിട്ട് നീ എന്നെ ചാച്ചൻ്റെ കൂടെ പോയി കിടക്കാൻ പോകും, അങ്ങനെയുള്ള ഭാഷയിൽ സംസാരിച്ചു. അപ്പം അവിടെ അടുത്ത് നിന്ന് ചേട്ടൻ പറഞ്ഞു എന്താ ബാബു ഈ ചോദിക്കണേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇത് കേട്ട് മടുത്തേക്കണേ ഏട്ടാ, ഇവിടുത്തെയും പറയും എൻ്റെ അപ്പനെയും പറയും, അത് ഞാൻ കേട്ട് മടുത്തേക്കണേ. ഞാൻ പറഞ്ഞു ഞാൻ കൊച്ചിനെ കൊണ്ട് മുമ്പിൽ അങ്ങ് കയറിപ്പോയി. അപ്പോൾ ഈ പുള്ളിൻ്റെ ചീത്തയും പറഞ്ഞ് പുറകെ വരിക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 2-3 പ്രാവശ്യം എന്നെ ഇങ്ങനെ പിടിച്ച് തത്തിക്കുകയൊക്കെ ചെയ്ത് പുറകിൽ നിന്ന്. അപ്പോൾ കൊച്ചു വീഴാണ്ട് ഞാൻ ഒരു വിധത്തിൽ അപ്പം ഞാനൊരു ചേട്ടനോട് വെച്ച് പറഞ്ഞു ചാച്ചൻ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുള്ളി ഒന്നും ചെയ്യണതിനപ്പുറം വേഗം കയറി ചെല്ലണം. എന്നിട്ട് ഒരു പാറ കയറി പോകണം വീട്ടിലേക്ക്. അപ്പോൾ ഈ പാറയുടെ താഴെ കുറേ ഇങ്ങനെ പച്ച പുല്ലിങ്ങനെ വളർന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഈ പാറയിലേക്ക് കയറാൻ നടപ്പോൾ ഈ പുള്ളി എന്നെ പിടിച്ച് തത്തിച്ച് അന്നേരം എന്നെ കൊച്ചിനെ പിടിച്ച് മേടിച്ചു. ഈ പുള്ളിക്ക് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, പിള്ളേരൊന്നും ചിന്തയില്ല, എന്തും ചെയ്യാൻ മടിക്കൂലാത്ത മനുഷ്യനാണ്. എന്നിട്ട് കൊച്ചിനെ പിടിച്ച് മേടിച്ചിട്ട് പാറയുടെ മേളിൽ ഞാൻ മുമ്പിൽ പോകണം, പുള്ളി പുറകെ കയറി വന്നിട്ട് പാറയുടെ മേളിൽ നിന്നിട്ട് പറഞ്ഞു നീ ഇപ്പം തന്നെ തിരിച്ച് ചെന്ന് ചാച്ചനോട് പൈസ മേടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അവിടെ ചെന്നിട്ടില്ല എന്നും പറഞ്ഞു വിട്ടതാ, അതുകൊണ്ട് ഞാൻ ഇനി പോകില്ലാന്ന് പറഞ്ഞു. അന്ന് ഇനി നീയും ജീവിക്കേണ്ട നിൻ്റെ കൊച്ചും ജീവിക്കേണ്ടത് പറഞ്ഞു. ആ കൊച്ചിനെ ആ മേളിൽ നിന്ന് താഴോട്ട് ഒറ്റയിടൽ. എന്നിട്ട് ഞാൻ ഓർത്തു പാറയിൽ ചെന്ന് കൊച്ചിൻ്റെ ആയുസിൻ്റെ ബലം കൊണ്ട് അത് പുല്ലിലാണ് ചെന്ന് വീണു. കൊച്ചിനൊന്ന് 6 മാസം പ്രായമുള്ളൂ, 6-7 മാസം ആയതുള്ളൂ. അപ്പത്തേനും അവിടെ കണ്ടുകൊണ്ടിരുന്ന ഒരു ചേട്ടൻ ഓടി വന്ന് ബാബുവിനെ പിടിച്ച് നീ എന്താടേ കാണിക്കണമെന്ന് ചോദിച്ചു. എന്നിട്ട് ഞാൻ ഓടിച്ചെന്ന് കൊച്ചിനെ എടുത്ത് പിടിച്ചപ്പോൾ ഒന്നും പറ്റിയിട്ടില്ല കൊച്ചിന്. എന്നിട്ട് കൊച്ചിനെ അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ബിന്ദു ഒരു കാര്യം ചെയ്യും, ഇതിൽ വേഗം അപ്പോൾ ഒരു കുഴിയുണ്ട്, അതിൽ വേഗം ഓടി വീട്ടിലേക്ക് ഇവനെ ഇപ്പം അങ്ങ് വിടുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ചെന്നപ്പോൾ എൻ്റെ അവിടുത്തെ ചാച്ചൻ പണിയും കഴിഞ്ഞ് വന്ന് നിൽക്കുക. ഞാൻ ചാച്ചനോട് വിവരം പറഞ്ഞു. അപ്പോൾ ചാച്ചൻ പറഞ്ഞു അവനെ കൂടെ വരട്ടെ, നീ ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചാച്ചൻ ഞാൻ അപ്പുറത്ത് അയലൊക്കത്ത് വീട്ടിൽ പോയിരുന്നോളാം, എനിക്ക് പേടിയാന്ന് പറഞ്ഞു. അപ്പോൾ ചാച്ചൻ പറഞ്ഞു കുഴപ്പമില്ല നീ ഇവിടെ നിന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഈ പുള്ളി തെറിയും പറഞ്ഞു. അപ്പോൾ ആ ചേട്ടനെയൊക്കെ കൈ പിടിച്ചിട്ട് തെറിയും പറഞ്ഞു ഓടി കയറി വരിക. വന്നു കഴിഞ്ഞിട്ട് എന്നാ വീട്ടിൽ വന്ന് കയറിയത് തല്ലാനെ ഒരു വടിയും പത്തലും പിടിച്ചോണ്ടാണ് വരുന്നത്. അപ്പോൾ ചാച്ചൻ പറഞ്ഞു നീ അങ്ങോട്ടാന്ന് ചോദിച്ചു, ഇറങ്ങിപ്പോടാ കുട്ടി ചാച്ചൻ കയറി പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്നെ ഓടിച്ചു വിട്ടിട്ട് കാരണവർക്ക് അവളെ വെച്ചുകൊണ്ട് കിടക്കാനാണോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു ഞാൻ ഇതിന് മറുപടി പറയുന്നില്ല ബാബു, നീ എന്നാടാ പറഞ്ഞതെന്ന്. പിന്നെ ഈ ഭാഷ തന്നെ പറഞ്ഞു. അപ്പോൾ ചാച്ചൻ ഇങ്ങനെ പിടിച്ച് തത്തിച്ച് മുറ്റത്ത് പുള്ളി ചെന്ന് വീണ വീണിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ അവിടെ കോടാലി ഇരുന്നത്. അപ്പം ഞാൻ വീടിൻ്റെ പുറകുവശത്തേക്ക് മാറിയായിരുന്നു. അപ്പോൾ കൊച്ചു കട്ടിലേ തന്നെ ഇരിക്കുക. അപ്പോൾ ഈ പുള്ളി വേറെ കോടാലി എടുത്തുകൊണ്ട് ഓടി വന്നു. അപ്പം ഞാൻ കണ്ടില്ലായിരുന്നു ഈ പുള്ളി വരുന്നത്. ഞാൻ ഈ വാതൊക്കെ നിൽക്കുക, എന്നെ പിടിച്ച് ഒറ്റ തള്ളിയ പാടെ ഞാൻ ചെന്ന് വീണു മുറ്റത്തേക്ക്. അപ്പോൾ ഈ കോടാലി ഇങ്ങനെ പൊക്കുകയും ചാച്ചൻ പുറകിൽ നിന്ന് ഓടി വന്ന് പിടിച്ചു. പിന്നെ ഇവർ അപ്പനും മോനും ഭയങ്കര തമ്മിത്തല്ല. അപ്പം ഞാൻ അവിടെ കിടന്ന് ഒച്ച എടുത്തു. എന്നിട്ട് ലാസ്റ്റ് അങ്ങനെയാണ് ചാച്ചൻ 2-3 അടി കൊടുത്തപ്പോൾ ബാബു അവിടെ മറിഞ്ഞു വീണു. പിന്നെ ആ പ്രശ്നം അങ്ങനെ അവിടെ അങ്ങ് തീർന്നു. അത് കഴിഞ്ഞ് എന്നും നിരന്തരം ഇത് തന്നെയാണ്. പിന്നെ ഈ മോനുണ്ടായി കഴിഞ്ഞ് മോന് പാലൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ, ഇപ്പം മോന് കുപ്പിപ്പാൽ മാത്രമേ കൊടുക്കത്തുള്ളൂ. അന്ന് പിന്നെ ബാബുവിൻ്റെ ഒരു സ്വഭാവം, ഞാൻ ബാബുവിനെ വെറുക്കാനുള്ള ഒരു സ്വഭാവം അതാണ്. പുള്ളിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർ എന്തോരം വേണം കൂട്ടുകാർക്ക് കള്ളും മേടിച്ചു കൊടുക്കും. എന്നോട് എന്താ അനാവശ്യം പറഞ്ഞാലും പുള്ളിക്കാരൻ ചോദിക്കൂല, പ്രതികരിക്കൂല. എന്നിട്ട് അപ്പം അന്ന് പതിവില്ലാതെ ചുരുളിയിലാണ് അമ്മ വീട്. ഈ ബാബു പണിയാൻ പോകാതെ അന്ന് വീട്ടിൽ ഇരുന്നിട്ട് പറയുകയാണ് ഞാൻ അമ്മ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പോണ ആളാണ്. ചോദിച്ചു ഇപ്പം എന്തിനാ പോണേ? കൊച്ചിനെയും കൊണ്ടുപോകാൻ, നീ ഒരു കുപ്പി പാലും എടുത്തോ, ഞാൻ കൊച്ചിനെയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളിപ്പോൾ എന്തിനാ പോണേന്ന് ചോദിച്ചു. ഞാനും കൊച്ചും പോയിട്ട് വന്നോളാം, നീ ഇവിടെ ഇരിക്കും, പുതപ്പും വിരിയൊക്കെ കുറേ കഴുകാനുണ്ട്, എല്ലാം അലക്കി പെറുക്കി ഇടാൻ പറഞ്ഞു. അപ്പം ഞാൻ ശരി ഞാൻ എല്ലാം അലക്കി പെറുക്കി ഉച്ചയാകുമ്പോഴത്തേനും ഞാൻ വന്നോളാം. അടി അമ്മയുടെ അനിയത്തിക്ക് കൊച്ചിനെ കാണണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് കൊച്ചിനെ കൊണ്ട കാണിച്ചിട്ട് വേഗം വന്നോളാം എന്ന് പറഞ്ഞു.
പറഞ്ഞു. അങ്ങനെ ബാബു കൊച്ചിനെ കൊണ്ട് അങ്ങ് പോയി. ഞാനിങ്ങനെ അലക്കി പെറുക്കി എല്ലാം ഇട്ടിട്ട് കട്ടിലിൻ്റെ ഇങ്ങനെ കിടന്നുകൊണ്ട് മാസിക വായിച്ചുകൊണ്ട് കിടക്കുക. അപ്പം ഈ സൈഡിൽ നിന്നാണ് വാതിൽ. അപ്പോൾ ഈ കൊച്ചിന് വാതക്കൽ ഇങ്ങനെ കൊച്ചു കടന്നു പോകാതെ വീഴാതെ ഇങ്ങനെ വേലി കെട്ടിയിട്ടുണ്ട്. വായിച്ച് കിടന്ന് ഞാൻ ഭിത്തി സൈഡിലേക്ക് തിരിഞ്ഞ് കിടക്കണം. അപ്പം ഞാൻ നോക്കിയപ്പോൾ മനോരമയിൽ ഒരു നിഴൽ അനങ്ങുക. ഞാൻ വേഗം ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു മനുഷ്യൻ, ബാബുവിൻ്റെ കൂട്ടുകാരൻ, പേര് വെളിപ്പെടുത്തുള്ള ആ മനുഷ്യൻ വന്ന് ഒരു ഷർട്ട് പോലും ഇടാണ്ട് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുക. എന്നോട് പറയും, ബിന്ദു ഒന്ന് സഹകരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇയാൾ ഇറങ്ങിപ്പോ, എന്നോട് കാറിൽ കൂവി ആളെ ഒപ്പിക്കുമെന്ന് പറഞ്ഞു. അല്ല, അയാള് വന്നവരെ ഇയാൾക്ക് അറിയാം മേഡം. അത് കഴിഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷം ഈ പുള്ളി എന്നോട് പറയാം, ഞാൻ പറഞ്ഞിട്ടാ വന്നേന്ന്. അത് ചുമ്മാ വാശിപ്പുറത്ത് പറഞ്ഞാണോ, അത് ശരിക്കും അയാൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ വന്നത്? ഞാൻ എന്നിട്ട് ബാബുവിനോട് പറഞ്ഞു. ബാബു അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പുള്ളിക്കിട്ട് അടി കൊടുത്തപ്പോൾ ഈ പുള്ളി ഇങ്ങനെ പുറകോട്ട് പോയി ആ വേലി തട്ടി നിലത്ത് വീണു. എന്നിട്ട് അപ്പം തന്നെ ഈ പുള്ളി ഓടിക്കയറി, അയലോക്കംകാരൻ തന്നെയാണ്, ഓടിക്കയറി വീട്ടിലേക്ക് പോയി. അന്നേരത്തെ മേളിൽ ഒരു കൊച്ചിത് നിന്ന് കണ്ടപ്പോൾ ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു, മോനെ ഇന്നോലും ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒന്നും അടുത്തൊന്നും പെണ്ണുങ്ങളോ ചേച്ചിമാരൊന്നും ഉള്ള വീടല്ല. ആ താഴെ ഞാൻ പോയിരിക്കുന്ന വീട്ടിൽ ആ ചേച്ചി പണിക്ക് പോകണം. എന്നിട്ട് ഈ ബാബുവിൻ്റെ ഒരു സ്വന്തപ്പെട്ട വീട് കുറേ അപ്പുറമുണ്ട്. അവിടെ ചെന്ന് ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇന്നോലൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യും, ഇപ്പോൾ ഇതാരോടും പറയണ്ട, അവനും ഭയങ്കര പൂസായ ഭയങ്കര ഇപ്പോൾ പറയാൻ പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി ചേച്ചിയോട് ഞാൻ പറഞ്ഞല്ലോ, പക്ഷേ ഇനി എന്തെങ്കിലും അവരറിയുമ്പോൾ ഞാൻ പറഞ്ഞില്ല എന്ന് പറയരുത്. അപ്പം ചേച്ചി അന്നേരം മറുപടി പറയണമെന്ന് പറഞ്ഞു. അത് ഞാൻ സമ്മതിച്ചു, ബിന്ദു ഇതിപ്പോൾ പറയരുതെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഞാനത് എൻ്റെ ബാബുവിൻ്റെ ചാച്ചനോട് ഞാൻ അന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ ചാച്ചൻ പറഞ്ഞു, ഇന്ന് ഇത് ചോദിച്ചിട്ടേ ഉള്ളൂല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചാച്ചോ ഇങ്ങനെ ആ ചേച്ചിയോട് പറഞ്ഞപ്പോൾ ആ ചേച്ചി പറഞ്ഞു, ഇപ്പം ഇനി അതൊരു പ്രശ്നത്തുമേ വരണ്ട, ഇനി ഇത് ആവർത്തിക്കില്ല. അയാളപ്പോൾ അപ്പം തന്നെ പറഞ്ഞു, ഞാൻ അടി കൊടുത്തപ്പോൾ തന്നെ അയാൾ പറഞ്ഞു, ഇനി ഇത് ആവർത്തിക്കില്ല ബിന്ദു എന്നും പറഞ്ഞിട്ട് കയറിപ്പോയി. ആരും അറിയുവരുത്. അറിയാവുന്ന ആളാണ്, പരിചയമുള്ള തൊട്ടയിലൊക്കത്തുള്ള ആള് തന്നെയാ. ഇയാളുടെയൊക്കെ ഈ സ്വഭാവം കണ്ടിട്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല എന്നുള്ള രീതിയിൽ ചെയ്തായിരിക്കും. ചിലപ്പോ ബാബു പറഞ്ഞിട്ടായിരിക്കണമെന്നില്ല. എങ്ങനെയാണെന്നറിയില്ല. പക്ഷെ അത് കഴിഞ്ഞ് പിന്നീട് എന്നോട് ബാബു പറഞ്ഞിട്ടുണ്ട്, ബാബു പറഞ്ഞു വിട്ടതാണ്. അതിന് ഈ ദേഷ്യപ്പെട്ട് പൂസംപുറത്ത് പറഞ്ഞാണോന്ന് എനിക്കറിയില്ല. അത് അങ്ങനെ ഒരു സംഭവം. പിന്നെ വേറൊരു ദിവസം ഞങ്ങൾ സിനിമ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ അതുപോലെ തന്നെ വേറൊരു കള്ളൂടിയൻ എല്ലാം കള്ളൂടിയൻ കൂട്ടുകാരുള്ളൂ, നല്ലവരൊന്നും ഇല്ല പുള്ളിക്ക്. ഒരു കള്ളൂടിയൻ കൂട്ടുകാരനെ കയറ്റി അടുത്തിൽ ഓട്ടോയിൽ ഞാനും ബാബുവിൻ്റെ ചാച്ചനും ബാബു ഞങ്ങൾ 3 പേര് ഓട്ടോ വിളിച്ചു പോകുമ്പോൾ ഒരു കള്ളു കുടിച്ച് നിൽക്കണ ഒരു മനുഷ്യനാണ്, കൂട്ടുകാരനാണ് പുള്ളിയുടെ. ഇതിനെ കയറ്റി വണ്ടിയിലിരുത്തി. അപ്പം ഞാനിങ്ങനെ ഇറങ്ങിയിരിക്കുന്നു, പുള്ളി കയറി. ബാബു അപ്പം തന്നെ ഞാൻ കയറി ഇരുന്ന് കൊടുത്തു. ഈ പുള്ളി കയറി ഇവിടെ ഇരുന്നു. ഈ പുള്ളി ഇങ്ങനെ തോണ്ടുക. ഞാനപ്പോൾ പറഞ്ഞു, ഞാൻ ഈ ബാബുവിനെ പിടിച്ച് ഇറക്കിയിരുത്തി ഞാൻ ചെവി പറഞ്ഞു, ഈ മനുഷ്യൻ്റെ കൈ വരുന്ന കണ്ടോ, നിങ്ങളങ്ങ് ഇറങ്ങിയിരിക്കുക, ആവശ്യമില്ലാത്തവരൊക്കെ പിടിച്ച് വണ്ടിയിലേക്ക് കയറ്റി, ഇതിൻ്റെ ഒന്നും കാര്യമില്ല. നമ്മൾ കുടുംബമായിട്ട് പോകണവർ കുടുംബമായിട്ട് തിരിച്ചു പോന്നാൽ പോലെ, നല്ലവർക്ക് അങ്ങനെയാണെന്നൊക്കെ ഞാൻ വണ്ടിയിരുന്ന് ഇതിനോട് പറയുന്നുണ്ട്. എന്നിട്ട് ഇത് എന്നെ ദേഷ്യപ്പെടുത്തുക, എന്നോട് ദേഷ്യം ചെയ്യാൻ, നിനക്ക് എന്നാ പറ്റിയ. എന്നിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ചാച്ചനോട് ഈ കാര്യം പറഞ്ഞപ്പം എന്നെ ഉണ്ടല്ലോ ഞാൻ എൻ്റെ അവിടുത്തെ ചാച്ചനോട് പറയുമായിരുന്നു. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാബു പറയണത് ഞാൻ മനഃപൂർവ്വം ചുമ്മാ വഴക്കുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കണതാണ്, ഈ ബാബുവിൻ്റെ കൂട്ടുകാരെ എല്ലാം അവിടെ ഇതാക്കണതാണെന്നും പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞ് മോക്ക 7 മാസം കഴിഞ്ഞ് ഈ നിരന്തരം വഴക്കും തമ്മിത്തലും ഈ അയലൊക്കത്ത് ഓടിക്കേറിയും ചാച്ചനും അനിയനും ഒക്കെ മടുത്തു. എന്നും തമ്മിത്തല്ല, പ്രശ്നങ്ങൾ ഒഴിയണ നേരമില്ല. ഒരു നേരത്തെ ആഹാരം പോലും കൊണ്ടുതരില്ല മേഡം. ഈ 2ാമത്തെ മോളെ ഞാൻ ഗർഭിണിയായിരുന്നപ്പോൾ പകൽ ഈ അരി മേടിച്ച് ചാച്ചൻ കൊണ്ട് തന്നാലും ചാച്ചനെയും അനിയനും തെറിയ. അപ്പോൾ ചാച്ചനും അനിയനും ഒരു 2 ദിവസം അരി മേടിക്കാതിരുന്നു. ഇന്ന് ഇവൻ മേടിക്കട്ടെ എന്നും പറഞ്ഞു. എന്നിട്ട് ഒരു ദിവസം വീട്ടിൽ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ല. പിറ്റേ ദിവസം എനിക്ക് വിശന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പോയി അരി മേടിച്ചു കൊണ്ടത് ചോറ് തരാൻ പറഞ്ഞു. അപ്പോൾ അവിടെ കുറേ ഈ കുരുമുളകിൻ്റെ ചീരില്ലേ, അത് ഇരുന്നത് ഞാൻ പേറ്റി പെറുക്കി ഈ പുള്ളിയുടെ കൊടുത്തു വിടുക. ഈ പുള്ളി എന്ത് ചെയ്യുന്നു വെച്ചാൽ അത് കൊണ്ട് വിറ്റിട്ട് സിനിമയും കണ്ടു, ബ്രാൻഡിയും കുടിച്ചു. എന്നിട്ട് 7 മണിയായപ്പോൾ 1 കിലോ അരിയായിട്ട് വരിക. പകൽ മുഴുവൻ ഞാൻ അവിടെ വിശന്നിരിക്കുക. എന്നിട്ട് 7 മണിയായപ്പോൾ 1 കിലോ അരിയും കൊണ്ട് വന്നേക്കുക. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഈ നേരം വരെ എവിടെയായിരുന്നു? അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സിനിമയുടെ ടിക്കറ്റ് പോക്കറ്റിൽ കിടക്കുക, നന്നായിട്ട് മദ്യപിച്ചിട്ടുമുണ്ട്. അപ്പോൾ അന്നേരം ഞാൻ വല്ലതും പറയാൻ പോയിട്ടുണ്ടെങ്കിൽ പൂസല്ലേ, അപ്പച്ചൻ ചാച്ചനും വന്നിട്ടില്ല. എന്നിട്ട് ഞാനൊന്നും മിണ്ടിയില്ല. എന്നിട്ട് ഈ 2ാമത്തെ മോള് ഉണ്ടായി ഒരു 7 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഇതുമാതിരി വഴക്കം തമ്മിത്തലും ഭക്ഷണത്തിനും തരില്ല. ചാച്ചൻ പറഞ്ഞു, ഞാൻ മടുത്തു എന്ന് പറഞ്ഞു. ലാസ്റ്റ് ബാബുവിൻ്റെ അപ്പച്ചൻ പറഞ്ഞു, ഞാൻ മടുത്തു. അനിയനും പറഞ്ഞു, ചേച്ചി അവിടെ എവിടെയെങ്കിലും പോയി ചേച്ചിയുടെ വീട്ടിലെ സ്ഥലം ആ പെര പണിയുമ്പോൾ അവിടെ പോയി താമസിച്ചു, ഞങ്ങളുടെ പൂർണ്ണ സഹകരണമുണ്ട്, ചേച്ചി പേടിക്കേണ്ട, അങ്ങോട്ട് പോക്കോ, ഞങ്ങൾ പ്രശ്നം തീർത്തു, ഞങ്ങൾക്ക് ഈ ചീത്തപ്പേരും കേട്ട് ഞങ്ങൾ മടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന്
ഈ രണ്ടാമത്തെ മോളുള്ളപ്പോൾ ഇങ്ങോട്ട് ഞങ്ങൾ പഴമ്പിളിച്ചാലിലേക്ക് താമസം വീട് പണിത് താമസം മാറി അവിടുന്ന് കട്ടിലൊക്കെ മേടിച്ചും തന്ന് എല്ലാത്തിനും അവർ സഹകരിക്കുകയും ചെയ്തു. അങ്ങനെ ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ നിരന്തരം ഈ കുടി ഈ കല്ലിൻ്റെ പണിക്കാണ് പോകണം. നല്ല കൂലിയുള്ളതായി. അന്ന കാലത്ത് 700 രൂപ 800 രൂപ കൂലി ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ കിട്ടണ പൈസ 5 പൈസ തരില്ല വീട്ടിൽ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ മുത്തശ്ശിയായി ചിലവ്. എൻ്റെ കാര്യങ്ങൾ നോക്കണതും പിള്ളേരുടെ കാര്യങ്ങൾ നോക്കണതും പിള്ളേർക്ക് പലഹാരം മേടിക്കണതും വീട്ടിലേക്ക് അരി മേടിച്ചു തരുന്ന എല്ലാം മുത്തശ്ശിയാണ്. ഈ പുള്ളി ഒന്നും മേടിച്ചു തരില്ല. പൈസയുടെ കാര്യം ചോദിക്കുമ്പോൾ കേൾക്കാൻ കൊള്ളില്ലാത്ത തെറിയ പറയണത്. എന്നിട്ട് ലാസ്റ്റ് അപ്പം മോനൊരു 3-3 ക്ലാസ്സിലെത്തി. പുള്ളി പണിയെടുത്ത് പൈസ കൊണ്ടുവന്ന് ഒന്നെങ്കിൽ ഷർട്ടിൻ്റെ ഈ ചുരുട്ടില്ലേ അതിൻ്റെ ഇടയിൽ പൈസ വയ്ക്കണത്, അല്ലെങ്കിൽ പാൻറ്റീസിൻ്റെ ഉള്ളിൽ കയറ്റി വയ്ക്കും. ഒരു ദിവസം മോൻ പറഞ്ഞു, അമ്മേ പപ്പയുടെ ഷഡ്ഡിയുടെ ഉള്ളിൽ പൈസ ഇരിക്കുന്നുണ്ട്, ഞാൻ കണ്ടതാ വെക്കണത്. ഇപ്പം നല്ല പൂസായിട്ട് വന്ന് ഉറങ്ങിക്കിടക്കുക. അമ്മ പൈസ എടുത്തു, ഞാൻ വാതൊക്കെ നോക്കി ഇരുന്നോളാന്ന് പറഞ്ഞു, ആരെങ്കിലും വരുന്നുണ്ടോന്ന്. എന്നിട്ട് എൻ്റെ 3-ാം ക്ലാസ്സിലാണ് മോൻ പഠിക്കുന്നത്. മോനൊക്കെ അറിയാം. എന്നിട്ട് ഈ മോൻ പറഞ്ഞു, അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പം 1600 രൂപ ഇരിക്കാൻ മേടം ഒളിച്ചു വെച്ചേക്കണതാണ്. ഈ ആർക്കാ ഒളിച്ചു വെക്കണത്? ഞങ്ങൾക്ക് തരേണ്ട കാശാണ്. എന്നിട്ട് ഞാൻ അതിൽ നിന്ന് 500 രൂപ മാത്രം എടുത്തു. കാരണം എന്താ വെച്ചാൽ അരി മേടിച്ച കടയിൽ പൈസ കൊടുക്കാറുണ്ട്. എന്നിട്ട് ഈ 500 രൂപ എടുത്തിട്ട് ആ കടയിൽ 460 രൂപ കൊടുക്കാനാണ് ആ പൈസ കൊണ്ട് കൊടുത്തു. വേറെ ഒറ്റ പൈസ എടുത്തില്ല. എന്നിട്ട് ആ പൈസ എടുത്തു എന്നും പറഞ്ഞുകൊണ്ട് അന്ന് വീട്ടിൽ ഭയങ്കര ബഹളമായിരുന്നു. എന്നാ TV ഉണ്ടായിരുന്നത് എറിഞ്ഞു പൊട്ടിച്ചു, കസേര അടിച്ചു പൊട്ടിച്ചു, കലവും പാത്രം എല്ലാം എറിഞ്ഞു പൊട്ടിച്ച്. ഈ പൈസ എടുത്തതിൻ്റെ പേരിൽ മാത്രം ഭയങ്കര വിഷയം. എന്നിട്ട് ഞാൻ എൻ്റെ മെമ്പറിനോട് ഒന്ന് വിവരം പറഞ്ഞു. എന്നിട്ട് മെമ്പറൊക്കെ വന്ന് നോക്കുമ്പോൾ ഈ അവരൊക്കെ നാട്ടുകാരൊക്കെ പറഞ്ഞ് പഞ്ചായത്ത് മെമ്പറൊക്കെ വന്നു. എല്ലാവരോടും ഞാൻ പറഞ്ഞു. എല്ലാവരും വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ TV പൊട്ടിച്ചിട്ടേക്കണം, അലമാര കസേര എല്ലാം ഇങ്ങനെ ചെയ്തത്. അപ്പോൾ എന്താ കാരണം? ഈ പൈസയുടെ വിഷയമുള്ളൂ. അത് കഴിഞ്ഞിട്ട് മോൻ പറയും, ഈ പപ്പേനെ ഭയങ്കര പേടിയായി പിള്ളേർക്ക്. മോൻ പറയും, പുള്ളി കുടിച്ചിട്ട് അവിടെ നിന്ന് പണിയൊക്കെ നിർത്തി വരുന്ന കാണുമ്പോൾ കൊച്ച് അവിടെ എവിടെയെങ്കിലും കളിക്കുവാണെങ്കിൽ പറയും, അമ്മേ പപ്പ വരുന്നുണ്ട്, 4 കാലയിലാണ് വരുന്നത്, വേഗം ചോറ് എടുത്തുകൊണ്ടോളാൻ പറയും. കാരണം ഒറ്റ ദിവസം ഞങ്ങൾ ചോറ് തീറ്റിക്കൂല. പുള്ളി കുടിച്ചിട്ട് വന്ന് കലത്തിലേക്ക് നോക്കും, ചോറ് വെച്ചേക്കുക. പുള്ളി തൊട്ട് കൊണ്ട് തരുവേ ഇല്ല. ഞാൻ എൻ്റെ കൊച്ചിന് ഇളയ മോക്ക് 1 വയസ്സുള്ളപ്പോൾ തൊട്ട് ഞാൻ അവിടെ കുടികളിലൊക്കെ പണിക്ക് പോകാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അങ്ങനെ കിട്ടണ പൈസ കൊണ്ട് ഈ അരിയൊക്കെ മേടിച്ച് കൊച്ചുങ്ങൾക്ക് പഞ്ഞം വരുത്താതെ എൻ്റെ മുത്തശ്ശിക്ക് അപ്പോൾ അതും ഒരു ഇച്ചിരി ഇതായി. 70 വയസ്സ് കഴിഞ്ഞതാണ് ഈ മുത്തശ്ശിയാണ് ഈ ചിലവ് മുഴുവൻ വഹിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ ഈ മോൻ 5ലേക്ക് എത്തിയപ്പോൾ മോനെ ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടു. അപ്പോൾ രണ്ടാമത്തെ മോക്കപ്പത്തേനും 4.5 വയസ്സായപ്പോഴത്തേനും മോളെ കൊണ്ട് ഞാൻ ഹോസ്റ്റലിൽ വിട്ടു. പിന്നെ അവിടെ ചെന്ന് ഇവിടുന്ന് താമസം മാറി അവിടെ ചെന്നപ്പോഴത്തേനും അടുത്ത മോളും ഉണ്ടായിരുന്നു. 1.5 വയസ്സ് വ്യത്യാസമുള്ളൂ എൻ്റെ മക്കൾ, ഇളയ പെൺപിള്ളേർ 2 പേരും. കുട്ടികൾക്ക് ഫീസും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കണ്ട അവിടെ? വേണ്ട. അവിടെ ഇപ്പം എൻ്റെ ദൈവാനുഗ്രഹം തോന്നുന്നു, പെൺപിള്ളേർ പഠിക്കുന്നിടത്ത് ഇൻ്റർവ്യൂവിലൂടെയൊക്കെ പിള്ളേരെ എടുക്കണം. ഏറ്റവും നന്നായിട്ട് പഠിക്കണം, കഴിവ് എല്ലാത്തിലും ഉള്ള അങ്ങനെയുള്ള പിള്ളേരെ അവിടെ എടുക്കുള്ളൂ. അവരിങ്ങനെ ഈ സായിപ്പന്മാർ വന്ന് ഇവരെ ഇങ്ങനെ എടുത്ത് പഠിപ്പിക്കുക. എന്തോരം വേണമല്ലോ അവർക്ക് പഠിക്കാൻ, ജോലി വരെ മേടിച്ചു കൊടുക്കും. അപ്പം അങ്ങനെയുള്ള സ്ഥാനത്ത് ഇവർക്ക് കിട്ടി. ഇപ്പോഴും എൻ്റെ മക്കൾ അവിടെ ടോപ്പ് എല്ലാത്തിനും. എല്ലാ 2 പിള്ളേർ പുള്ളിക്ക് അറിയത്തോലുമില്ല പിള്ളേർ എത്രയിലാണ് പഠിക്കണേ, പേര് പോലും ചോദിച്ചപ്പോൾ അറിയില്ല. എന്നിട്ട് അങ്ങനെ ഈ ചോറ് വെള്ളരി വെച്ചിട്ടുണ്ടെങ്കിൽ വെന്നടി വെള്ളരി ഉള്ളോ കുത്തിരി ഇല്ലേന്ന് ചോദിച്ചുകൊണ്ട് ആ വെള്ളരി പാത്രം എടുത്ത് ചോറെടുത്ത് കലമെടുത്ത് പുറത്തെറിയും. അങ്ങനെ ലഹള. പിന്നെ വീട്ടിൽ ഒരു ദിവസം ഞങ്ങളിങ്ങനെ വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പുള്ളിക്ക് ഭയങ്കര പൂസായിട്ട് ഇങ്ങ് വന്നു കഴിഞ്ഞിട്ട് ചോറ് വെച്ച് അയല വറുത്ത് വെച്ചേക്കുമായിരുന്നു. 1 കിലോ അയല മേടിച്ച് വറുത്ത് വെച്ചിട്ട് ഇതിന് നല്ല പൂസായിരുന്നു. കൊച്ചുങ്ങൾക്ക് പോലും കൊടുക്കാതെ ആ പുള്ളി അവിടെ ഇരുന്ന് അത് മൊത്തം തിന്നു. അപ്പം ഞാൻ ചോദിച്ചു, മൊത്തം തിന്നോ നിങ്ങൾ? പിള്ളേർക്ക് 1 കഷ്ണമെങ്കിലും വെക്കണ്ടായിരുന്നു എന്ന് വെച്ചപ്പോൾ അത് ചോദിച്ചതിന് അവിടെ കിടന്ന് ഭയങ്കര അങ്കുവാം കറിപ്പാത്രവും ചോറും കലവും എല്ലാം എടുത്ത് എറിഞ്ഞിട്ട് എനിക്കിട്ട് കുറേ തല്ലി. എനിക്കൊരു ഇതുണ്ട്, ഞാൻ എന്തോരം തല്ലി കിട്ടിയാലും ഉറക്ക കാറൂല. ഞാൻ പിള്ളേർ കിടന്ന് പെൺപിള്ളേർ 2 കിടന്ന് ഉറക്ക കാറിയപ്പോഴത്തേനും അമ്മയൊക്കെ ഇത് കേട്ടു. മുത്തശ്ശിയൊക്കെ കേട്ടിട്ട് ഇറങ്ങി വന്നപ്പോഴത്തേനും എന്നെ ഇങ്ങനെ അവിടുന്ന് ഈ 2 കരണത്തിട്ട് ഈ പുള്ളി മാറി അടിക്കുക. അപ്പോൾ കൊച്ചുങ്ങളെ 2 പേരും ഞാൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചേക്കുക. അപ്പോൾ പിള്ളേർ കാറി വിടുക. ഇവരുടെ കാർച്ച കേട്ടാണ് ഇവർ ഓടി വന്നത്. വന്ന് നോക്കുമ്പോൾ
മുത്തശ്ശി പറഞ്ഞു, നീ എന്താ ഈ കാണിക്കണേ, ഇത് എന്താടാ ബാബു, ഇത് എന്നെ നീ കാണിക്കണേ, നീ അതുങ്ങളെ കൊല്ലുവാണോ? അപ്പം അമ്മ വാതിൽ കുറ്റിയിട്ട് പറഞ്ഞു പുള്ളി. എന്നിട്ട് അമ്മ അടുക്കളയിൽ കൂടെ കയറി വന്നിട്ട് ഞങ്ങളെ വലിച്ചടിച്ചു, പുറത്തേ അടിച്ചു. എന്നിട്ട് ഇപ്പം മുത്തശ്ശിക്ക് ഒരു കുഞ്ഞ് പെട്ടിക്കടയുണ്ട് അവിടെ. ആ കടയിൽ, അത് എൻ്റെ വീടിനോട് ചേർന്ന. അപ്പോൾ ഈ കടയിൽ കൊണ്ടുപോയി അമ്മ എന്നെയും പിള്ളേരെ ഇരുത്തിയപ്പോഴാണ് മോനെ എടുക്കണ കാര്യം മറന്നുപോയി. അപ്പോൾ ഈ പുള്ളി നോക്കിയപ്പോൾ എല്ലാം പോയോ, എല്ലാം കടന്നു പോയോ എന്നും പറഞ്ഞ് പെരയുടെ ഉള്ളിൽ കൂടെ പരാക്രമം പിടിച്ച് നടക്കുക. അപ്പം നോക്കിയപ്പോൾ മോൻ കട്ടിലേ കിടക്കുക. അപ്പോൾ ഈ വെച്ച പെരയ്ക്ക് ഒരു ചാർത്ത്, അടുക്കള പുറത്തേക്ക് എടുക്കാൻ വേണ്ടി ചാർത്ത് കെട്ടിയിട്ട് ഇങ്ങനെ മണ്ണ് കൂമ്പാരം കൂട്ടി ചുവന്നുകൊണ്ട് ഇട്ട് വെച്ചേക്ക് പറഞ്ഞു. എന്നിട്ട് ഈ പുള്ളി എന്താണെന്ന് വെച്ചാൽ ആ ഉറങ്ങി കിടന്ന കൊച്ചിനെ എടുത്തുകൊണ്ട് ആ മണ്ണിലേക്ക് ഒറ്റ കയറ്. അന്നേരം ഇപ്പം കൊച്ച് ഇതൊന്നും അറിഞ്ഞില്ല. അന്ന് അവന് 8 വയസ്സുണ്ട്. മോനോർത്ത് ഇത് സ്വപ്നാ. എന്നിട്ട് മോൻ ഓടിച്ചെന്നു. മുത്തശ്ശി അപ്പത്തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുക. മുത്തശ്ശി അപ്പത്തേക്ക് ഓടിച്ചെന്ന് കൊച്ചിനെ എടുത്തു. അപ്പോൾ ചോദിച്ചു, അമ്മ എന്നാ അമ്മാമ്മയെന്ന് ചോദിച്ചു. അന്നേരം പറയാം, മോനെ ഇതന്നെ ഞാൻ ഇവിടെ വന്ന, ഞാൻ ഇന്ന് സ്വപ്നം കണ്ടാന്ന്. കൊച്ചു പറയാം, ഞാൻ ഓർത്തു ഞാൻ സ്വപ്നം കണ്ടാന്നാ ഓർത്തേന്ന്. അപ്പം എത്ര നാളായിട്ട് പിരിഞ്ഞ് താമസിക്കുന്നു? ഇപ്പം 6 വർഷമായി. 6 വർഷമായിട്ട് ഒറ്റയ്ക്കാ താമസം? 6 വർഷമായിട്ട്. ഇപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ 2011 കൊണ്ട് കോടതി കേസ് കൊടുത്തു. എന്തെന്ന് പറഞ്ഞിട്ടാ? പിള്ളേർക്ക് ചെലവിന് വേണം. അതായത് പുള്ളിയുടെ ആൾക്കാർ തന്നെ എനിക്ക് പറഞ്ഞു തന്നു, അവനിങ്ങനെ കുടിച്ച് നടക്കണ എന്തിനാ, 3 മക്കളില്ലേ, നീ ഒറ്റയ്ക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ട് അതുങ്ങളെ വളർത്തണ്ട, അവന് ചെലവിനെങ്കിലും തരട്ടെ. അവന് കുടുംബ കോടതി കൊണ്ട് കൊച്ചപ്പന്, പുള്ളിയുടെ അപ്പൻ്റെ അനിയനും ആൻറ്റിയൊക്കെ പറഞ്ഞു തന്നു കൊണ്ട് കേസ് കൊടുക്കാൻ. അങ്ങനെ ഞാൻ കൊണ്ട് കേസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറേ നാൾ ഇങ്ങനെ നടന്നതിന് ശേഷം വിധി വന്നപ്പോൾ 2000 രൂപ വെച്ച് മാസം തരാൻ വേണ്ടി വന്നു. ആദ്യത്തെ ഒരു പ്രാവശ്യം 1800 രൂപ കൊണ്ട് എൻ്റെ അച്ഛൻ്റെ കൈ കൊണ്ട് പുള്ളി കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഇന്ന് വരെ ഒരു പൈസയും തന്നിട്ടില്ല. ഇപ്പം ജോലിക്കൊക്കെ പോയി, ജോലിക്ക് പോയിട്ടാ ജീവിക്കുന്നത്. ഞാൻ മാഡം ആ 1.5 വയസ്സുള്ളപ്പോൾ എൻ്റെ ഇളയ കൊച്ചിനെ അംഗൻവാടിയിൽ, ഞാൻ പറഞ്ഞില്ലേ, മൂത്ത മോനെ വൈക്കത്ത് ഹോസ്റ്റലിൽ വിട്ടു, ഇളയ മോളെ ഈ പ്ലാമുടി എന്ന് പറയുന്ന സ്ഥലത്ത് ഹോസ്റ്റലിൽ വിട്ടു. അപ്പം എൻ്റെ കുഞ്ഞു ഭാവിക്ക് 1.5 വയസ്സുള്ളൂ. ഇവിടെ ഞാൻ എൻ്റെ മുത്തശ്ശിനെ ഏൽപ്പിച്ചിട്ട് അംഗൻവാടി കൊണ്ട് 1.5 വയസ്സിൽ ഈ കൊച്ചിനെ വിട്ടിട്ട് ഞാൻ ഒരു വീട്ടിൽ നിൽക്കാൻ പോയി. അറിയണ ഒരു വീടായിരുന്നു. അങ്ങനെ ആ വീട്ടിൽ നിൽക്കാൻ പോയിട്ട് അപ്പം എൻ്റെ ആങ്ങള ഈ കൊച്ചിനെ ഞായറാഴ്ച ദിവസം അവിടെ കാലടി കൊണ്ടുവരുമായിരുന്നു പാല് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് 3 പിള്ളേരെ വളർത്തി. ഇപ്പം മോന് 16 വയസ്സ്, മോക്ക് രണ്ടാമത്തെ മോക്ക് 13.5 വയസ്സായി, ഇളയൊക്കെ 11.5 വയസ്സുമായി. 6 വർഷമായിട്ട് ആ ഒരു ആദ്യത്തെ ഒരു മാസം 1800 തന്നു. പിന്നെ പിന്നെ ഒന്നും തന്നിട്ടില്ല ഇന്ന് വരെ. പിന്നെ ഒരു പ്രാവശ്യം ബാബുവിന്റെ പപ്പ 2800 രൂപ അവിടുത്തെ മുളക് കുറച്ച് വിറ്റ പൈസയാന്നും പറഞ്ഞ് ഒരു പ്രാവശ്യം 2800 രൂപ തന്നു. ആ 2800 തന്നപ്പോൾ ഞാൻ അതുകൊണ്ട് മോൾക്ക് ഒരു കമ്മലും മേടിച്ചിട്ടു, ഇളയ മോൾക്ക് ഒരു കൊലുസും മേടിച്ചിട്ടു. അതിന് 300 രൂപയും കൂടെ ഞാനിട്ട്. അങ്ങനെ അത്രയും ചെയ്തിട്ടുണ്ട്. അല്ലാതെ അവർ ഇന്ന് വരെ ഒരു 5 പൈസ തന്നിട്ടില്ല. ഇതിനിടയ്ക്ക് നിങ്ങളുടെ വീട്ടുകാരെങ്കിലും ഇത്രയും ചെറുപ്പമാണ്, കുഞ്ഞുങ്ങളുമായിട്ട് ഒറ്റയ്ക്ക് കഴിയുന്നു, മറ്റൊരു വിവാഹത്തിന് വേണ്ടിയുള്ള ശ്രമമൊക്കെ നടത്തി? അത് കഴിഞ്ഞ് ഈ കോടതിയിൽ ഇങ്ങനെ പറഞ്ഞ് 2000 രൂപയൊക്കെ വിധിച്ചല്ലോ ഇതിന്. അപ്പം ഞാൻ ഈ കോടതി പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാബു അത് അംഗീകരിക്കുന്നില്ല. പക്ഷെ ബാബു അവിടെ ഒരു കുടിയുണ്ട്, മന്നാന്മാർ താമസിക്കണേ, അങ്ങനത്തെ കുടി പോയി ഒരു സ്ത്രീയുടെ കൂടെ പോയി കൂടി. ഒരു കുട്ടി വരെ ഉണ്ടായതാണ് ബാബുവിന്. അപ്പോൾ ആ പുള്ളിക്കാരി ഗർഭിണിയായിരുന്നപ്പോൾ ഈ ആശുപത്രി വരുന്നതും കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്തുള്ള ആൾക്കാരോട് പറയുകയും ചെയ്തു, എല്ലാവരും കാണുകയും ചെയ്തു. അത് തന്നെയല്ല, ബാബുവിൻ്റെ അനിയൻ വരെ പറഞ്ഞു, എടാ കൊച്ചിന് എൻ്റെ പിള്ളേരോടൊക്കെ പറഞ്ഞേക്കണേ, പപ്പ പെണ്ണ് കെട്ടി, നിങ്ങൾക്ക് ഒരു അനിയനും കൂടെ വരുവാണല്ലോ. ഈ പുള്ളിക്കാരി ഗർഭിണിയായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് നടക്കുകയോ പോണത്, ഇവർ ഒരുമിച്ച് ആ സ്ത്രീയായിട്ട് പോണതൊക്കെ കണ്ടേക്കണേ. ബാബു പക്ഷെ അംഗീകരിക്കുന്നില്ല. ബാബു പറയണേ ബാബു കെട്ടിയിട്ടേ ഇല്ല എന്ന് പറയണേ. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ചാച്ചന് ഈ ഷുഗറിൻ്റെ അസുഖവും ശ്വാസം ഇതൊക്കെ ഉള്ള കാരണം ചാച്ചന് എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും വിഷമം. ബാക്കി 2 എനിക്ക് വരെ സുഖമായിട്ടാണ് ജീവിക്കണേ. അപ്പോൾ ചാച്ചായി എപ്പോഴും പറയും, ഈ ഇങ്ങനെ കോടതിയിൽ ഇതൊക്കെ ആയി, ഇനി ബാബു ഇങ്ങനെ ജീവിക്കുമല്ലേ, ആ പുള്ളിക്കാരിയുടെ കൂടെ ജീവിക്കുമല്ലോ, അത് കാരണം മോളിങ്ങനെ ഈ ചെറുപ്രായത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കണ്ട. എന്നാൽ ഞങ്ങളുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു ഇതാണ്, ഒറ്റയ്ക്ക് നടന്നിട്ടുണ്ട്, അവർക്കില്ലാത്ത കുറ്റവും ഇതുമില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, എവിടെയെങ്കിലും ഒരു ബ്രോക്കറെ കണ്ട് ചാച്ചൻ 2 പേരോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ആദ്യം എന്നെ കട്ടപ്പനയെന്ന് ഒരാൾ കാണാൻ വന്നു. അപ്പം ഞാൻ ഒറ്റ ഇതാ പറഞ്ഞിട്ടുള്ളൂ, എൻ്റെ മക്കളെ സ്വന്തം മക്കളായിട്ട് അംഗീകരിക്കണ ഒരാൾ, പിന്നെ മക്കൾക്കും ഇഷ്ടപ്പെടുന്നു, അത് മതിയെന്ന്, അങ്ങനെയുള്ള ഒരാൾ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരും നിർബന്ധിച്ച് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കട്ടപ്പനയെന്ന് ഒരാൾ വന്ന് കണ്ടപ്പോൾ പിള്ളേർക്ക് അത്ര ഇഷ്ടമായില്ല. അത് കഴിഞ്ഞ് ഈ
മോൻ 10ലെത്തിയപ്പോൾ മോൻ ആ ഹോസ്റ്റലിൽ നിന്ന് അങ്ങ് പോന്നു. അവൻ പിന്നെ അവിടെ നിൽക്കില്ല എന്നായി, മടുത്തു. അമ്മ ഞാൻ ഇനി ഹോസ്റ്റലിൽ നിൽക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് കരച്ചില്ല. അപ്പോൾ 10ലെത്തിയപ്പോൾ ഞാനിങ്ങ് കൊണ്ടുവന്നു. അപ്പം ഞാൻ ആ നിൽക്കണ വീട്ടിൽ നിന്ന് ഞാനിങ്ങ് പോരുകയും ചെയ്തു. ഞാൻ ഈ ബാബു എൻ്റെ പിറ്റേ മാസം തൊട്ട് ആ വീട്ടിൽ പോയി നിൽക്കണേ. 4 വർഷം ഞാൻ ആ വീട്ടിൽ നിന്ന്. ആ വീട്ടുകാർക്കൊക്കെ അവരെന്നെ ഒത്തിരി സഹായിച്ചു. അവരവിടെ ചിട്ടി കൂടി എന്നെ അവിടെ ശമ്പളത്തിൽ നിന്ന് ചിട്ടി പിടിപ്പിച്ച് അങ്ങനെ കൂടി ഒത്തിരി അവരുടെ സഹായം കൊണ്ടാണ് ഞാൻ അടിമാലി 4 സെൻറ്റ് ഒരു പെരയും മേടിച്ചിട്ടു. പിന്നെ ഇപ്പോൾ ഈ ഇടെ എൻ്റെ നാട്ടിൽ തന്നെ ഞാൻ 10 സെൻറ്റ് ഞാൻ പണിയണ 5 പൈസ ഞാൻ കളയില്ലായിരുന്നു. പിള്ളേർക്ക് ചിലവ് കഴിഞ്ഞാൽ ബാക്കി ബാങ്കിൽ നിക്ഷേപിക്കും, ചിട്ടി കൂടി അങ്ങനെ 5 പൈസ ഞാൻ കളയാതെ സൂക്ഷിക്കുമായിരുന്നു. അപ്പോൾ ഈ മോൻ 10ലെത്തി വീട്ടിൽ വന്നിരുന്നപ്പോൾ പിന്നെ എനിക്ക് മോൻ്റെ കാര്യം നോക്കേണ്ട കാരണം പോയി നിൽക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം ഞാൻ ഒരു വർഷം എന്തെങ്കിലും കിട്ടണ പണിക്കൊക്കെ പോകാൻ ഓർത്തപ്പോഴാണ് എൻ്റെ ഒരു കൂട്ടുകാരി ഈ പോളിഷിങ്ങിൻ്റെ പണിക്ക് പോകുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ബിന്ദുവിനെ അറിയും, ഞാൻ പഠിപ്പിച്ചു തരാം, പോരാ ഈ ഒരു കൊല്ലം ഞാൻ പറയാം എൻ്റെ മുതലാളിയോട് പറയാം, എന്നാൽ ബാ എൻ്റെ കൊച്ചിങ്ങനെ നിന്ന് പഠിക്കുമല്ലോ, അപ്പോൾ കൊച്ചിനെ അല്ലാതെ ആരുടെ അടുത്താണ് ഏൽപ്പിക്കണം, ബിന്ദുവല്ലേ നോക്കാനുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് അറിയില്ല, എന്നാലും എന്നെ പോരേന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒരു കൊല്ലം ഞാൻ ആ ചേച്ചിയുടെ കൂടെ ഈ കോതമംഗലത്ത് ഈ പണിക്ക് പോയപ്പോൾ അവിടെ വെച്ച് ഒരു ചേട്ടൻ എന്നെ അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒഴിവ് സമയത്തിരിക്കുമ്പോൾ അവിടെ കിടക്കണ വിറകെല്ലാം പെറുക്കി കൂട്ടി വയ്ക്കും. എന്നിട്ട് വണ്ടി വിളിച്ച് അതിവിടെ കൊണ്ടുവരും. അപ്പോൾ ഈ വിറകൊക്കെ ഇങ്ങനെ പെറുക്കി കൂട്ടണുണ്ട്. അപ്പം ഈ ചേട്ടൻ എന്നെ ശ്രദ്ധിച്ചു. അപ്പം എന്നോട് ചോദിച്ചു, ആ മുതലാളിയോട് ചോദിച്ചു എന്ന്, ആ കുട്ടി എന്തിനാ ഈ വിറകൊക്കെ ഇങ്ങനെ പെറുക്കി, നമ്മൾ പള്ളക്കളയണേ, അപ്പോൾ എത്രയും ദൂരെ കിടക്കുന്ന കുട്ടി എന്തിനാ ഈ വിറകൊക്കെ പെറുക്കി കൂട്ടണേന്ന് ചോദിച്ചു. അപ്പം ഇങ്ങനെ എൻ്റെ അവസ്ഥയൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ 3 പിള്ളേരുള്ള കൊച്ചാണ് അത്. അപ്പം അതിന് വേറെ നിർവാഹമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പണിക്ക് വന്നേക്കണേ എന്നൊക്കെ പറഞ്ഞ് എല്ലാം വന്നു. പുള്ളിക്ക് ഒരു സഹതാപം തോന്നി. അപ്പം ആ കോൺട്രാക്ടറോട് പുള്ളി പറഞ്ഞു, എനിക്ക് ആ കുട്ടീനെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം മുതലാളി പറഞ്ഞു, തമാശനാണോ കാര്യത്തിനാണോ നീ ചോദിക്കണേ? അപ്പോൾ ചേട്ടായി ആ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ തമാശനല്ല, എനിക്ക് കാര്യത്തിന് തന്നെയാന്ന് പറഞ്ഞു. അപ്പോൾ ഈ മുതലാളി എന്നെ വിളിച്ച് വിവരം പറഞ്ഞു, ബിന്ദു ഇന്നോലെ ഒരാൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു, ബിന്ദുവിന് താല്പര്യമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ എനിക്ക് കല്യാണം ആലോചിക്കണമുണ്ടെന്നൊക്കെ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞു, അതിന് ഞാൻ ആളെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ ചേട്ടാന്ന് ചോദിച്ചു. നാളെ രാവിലെ ചായക്കടയിൽ വരുമ്പോൾ ഞാൻ ആളെ കാണിച്ചു തരാം, ബിന്ദുവിന് താല്പര്യമാണെങ്കിൽ വീട്ടിലെ നമ്പർ കൊടുക്കും. ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യം ആളെ കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുള്ളി നേരെ ഓപ്പോസിറ്റ് നിന്ന് വീഡിയോ വലിച്ചുകൊണ്ട്, ചായ കുടി കഴിഞ്ഞ് വീഡിയോ വലിച്ചുകൊണ്ട് നിൽക്കണേ ഞാൻ കാണുമ്പോൾ ആ ഓപ്പോസിറ്റ് ഇരിക്കുക. ഞാനും ആ ചേച്ചിയും കൂടെ ഈ സൈഡിൽ ഇപ്പുറത്തെ കടയിലിരുന്ന് ചായ കുടിച്ചിട്ട് ഇറങ്ങി നിൽക്കുക. അന്നേരം എന്നോട് ഈ ചേട്ടൻ പറഞ്ഞു, ദേ നിൽക്കണേ ആളെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ആളെ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മുതലാളിയുടെ കയ്യിൽ തന്നെ എൻ്റെ നമ്പർ കൊടുത്തിട്ട് അച്ഛൻ്റെ ആങ്ങളുടെ നമ്പർ കൊടുത്തു. ഞാൻ പറഞ്ഞു, നേരെ വിളിച്ചു ചോദിച്ചു, കാര്യത്തിനാണെങ്കിൽ നേരെ വിളിച്ചു ചോദിച്ചോളാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരൻ നേരെ ചാച്ചനോടും ആങ്ങളോടും വിളിച്ചു ചോദിച്ചു.